പ്രഗൃഹ്യ രണ്ട് കാലം ഒരു കാലം കണ്ട് ചവിട്ടി പിടിച്ചു, കൈ പിടിച്ചങ്ങോട്ട് പൊക്കി, താടയ്ക്കൊരു തട്ട്, നടുവിനൊരു മുട്ട്. ഞരമ്പ് പിണഞ്ഞു കിടന്ന അവള് നേരെയായി ഭഗവാന്റെ തോളോട് തോള് പൊക്കമായി കഴിഞ്ഞപ്പോ അവളുടെ ഉള്ളിൽ സുന്ദരനായ കൃഷ്ണനെ ഭർത്താവായി കിട്ടിയാൽ കൊള്ളാന്നൊരു മോഹം. ആ മോഹം നേരെ അങ്ങോട്ട് പറഞ്ഞു, അതെ അവിടുത്തെ അന്ന് എന്നെ സുന്ദരി എന്ന് വിളിച്ചില്ലേ, അവിടുത്തെ ഭർത്താവായി കിട്ടിയാൽ കൊള്ളാന്ന് എനിക്ക് മോഹം എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ അവളോട് പറ്റില്ല, എനിക്ക് നിന്നെ വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല, ഇപ്പൊ സമയമില്ല, പിന്നീടാകാം നിന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരാമെന്ന് വാക്കുകൊടുത്ത് അവളെയും പറഞ്ഞു വിട്ടു മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ധനുർയാഗത്തിനായി പൂജിച്ചു വച്ചിരിക്കുന്ന ആ വെല്ല് കണ്ടിട്ട് ചാടി അങ്ങോട്ട് കയറി അങ്ങട് ആ വിലങ്ങെടുത്ത് അങ്ങോട്ട് ഞാണങ്ങോട്ട് മുറുക്കി അങ്ങോട്ട് വലിച്ചു പൊട്ടിച്ചു. പണ്ടും അങ്ങനെയാ, ഇടിവെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച